സ്വന്തം പേരിന്റെ പേരിൽ നടുറോഡിൽ വെച്ച് അവഹേളിക്കപ്പെടേണ്ടി വരികയും പോലീസിന്റെ ആക്ഷേപത്തിന് പാത്രീഭൂതനാകേണ്ടി വരികയും ചെയ്ത ദുരിതത്തിലാണ് കുറവലങ്ങാട് ടൗണിലെ വ്യാപാരിയായ കൂനമ്മാക്കിൽ മാത്യു. കുറവലങ്ങാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ മിൽക്ക് ബൂത്തും പലഹാര സാധനങ്ങളും വിറ്റഴിക്കുന്ന കടയുടമയായ കുറവലങ്ങാട് കൂനമ്മാക്കിൽ മാത്യുവിന് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2:00-ഓടെയാണ് പോലീസിന്റെ ആക്ഷേപത്തിനും പോലീസ് വാഹനത്തിൽ കയറി പോലീസ് സ്റ്റേഷനിലെത്തേണ്ടെന്ന ദുരിതത്തിനും ഇടയാകേണ്ടി വന്നത്. തന്റെ പേരിനോട് സമാനതയുള്ള ഒരാളുടെ പേരിൽ കുറവലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ മറ്റൊരാൾ നൽകിയ പരാതിയുടെ പേരിലാണ് വ്യാപാരിയായ മാത്യുവിന് പോലീസിന്റെ ആക്ഷേപം സഹിക്കേണ്ടി വന്നത്. മാത്യുവിന്റെ വീട്ടിൽ എത്തിയ കുറവലങ്ങാട് SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കുറവലങ്ങാട്ടെത്തി മാത്യുവിനെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. കുറവലങ്ങാട്ടെ പോലീസ് ഫോണിൽ വിളിക്കുമ്പോൾ മാത്യു കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് എത്തിയതായിരുന്നുവെന്ന് മാത്യു വ്യക്തമാക്കുന്നു. പോലീസ് തന്നെ അന്വേഷിക്കുന്നതറിഞ്ഞ് പോലീസ് ജീപ്പിന് അടുത്തേക്ക് ചെന്ന മാത്യുവിനോട് മോശമായ രീതിയിൽ പോലീസ് പെരുമാറിയെന്നും താൻ കേസിൽ പ്രതിയാണെന്നും വാഹനത്തിലേക്ക് കയറണമെന്നും ആക്രോശിച്ചുവെന്നുമാണ് മാത്യു പറയുന്നത്. എന്നാൽ താനൊരു കേസിലും ഉൾപ്പെട്ടിട്ടില്ലെന്നും തന്റെ പേരിൽ കുറ്റങ്ങളില്ലെന്നും മാത്യു പലകുറി ആവർത്തിച്ചു പറഞ്ഞെങ്കിലും ഇതൊന്നും കേൾക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് മാത്യു ആവർത്തിച്ചു പറയുന്നു. വഴിയിലിറങ്ങിയ പോലീസ് മാത്യുവിനെ തപ്പാളിച്ച് വാഹനത്തിൽ കയറ്റുകയും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയുമായിരുന്നുവെന്നാണ് കുറവലങ്ങാട് ആശുപത്രിയിൽ കഴിയുന്ന മാത്യു പറയുന്നത്. വ്യാപാരിക്ക് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് മർദ്ദനവും ആക്ഷേപവും ഏറ്റുവാങ്ങേണ്ടി വന്ന സംഭവത്തിൽ ആക്ഷേപം ശക്തമായിട്ടുണ്ട്. ഒപ്പം ബന്ധപ്പെട്ട അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട്. എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചു. വീട്ടിൽ മൂന്ന് പോലീസുകാർ വന്നു പറഞ്ഞു. പോലീസുകാർ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് എല്ലാത്തിനും വന്നെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൂനമ്മാക്കിലെ മത്തച്ഛൻ്റെ വീടാണെന്ന് ചോദിച്ചു. മത്തച്ഛൻ്റെ വീടാന്ന് പറഞ്ഞാൽ ആണ് സ്റ്റാൻഡിൽ കട നടക്കുന്ന മാത്തൻ്റെ വീടാന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്ക് അതൊന്നും വേണ്ടാതെ തന്നെ തിരിച്ചിറങ്ങി പോകുന്നത്. തിരിച്ചിറങ്ങി വന്ന് കടയിലേക്കാണ് പോകുന്നത്. കടയിൽ വന്ന് ഞാൻ കടയില്ലാന്ന് ഞാൻ പഞ്ചായത്തിൻ്റെ അവിടെ നിൽക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിലൊരു ആവശ്യം വേണ്ടി പോകാൻ വേണ്ടി വന്നപ്പം എന്നെ ഫോൺ വിളിച്ചു. നിങ്ങളുടെ മൊബൈലിൽ വിളിച്ചു? എൻ്റെ മൊബൈൽ വിളിച്ചു. അപ്പോൾ സ്റ്റാൻഡിൽ വന്ന് ബെന്നിയോട് എൻ്റെ ഫോൺ നമ്പർ വിളിച്ചു. ആരാ ഫോൺ വിളിച്ചത്? ഫോൺ വിളിച്ചത് SI ആണ്. ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് എന്നെ വിളിച്ചു. അപ്പം ഞാൻ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ SI ഞാൻ എവിടെ അപ്പം നമ്മുടെ പഞ്ചായത്ത് വരെ വന്നിരിക്കുന്നു. പഞ്ചായത്തിലൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആളൊക്കെ വരാമെന്നും പറഞ്ഞ് വിളിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പഞ്ചായത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഞാൻ താഴെ നിന്നു. അപ്പം ജീപ്പിങ് വന്നു. ജീപ്പ് ഇങ്ങനെ വന്നപ്പം ഞാനങ്ങ് ഇറങ്ങി ചെന്നു. MC റോഡ് മെയിൻ റോഡിലേക്ക് ഇറങ്ങി ചെന്നു. വൈക്കാൻ റോഡിലേക്ക് ഞാൻ നിന്നിട്ട് ഞാൻ പോലീസ് ജീപ്പിൻ്റെ അടുത്തേക്ക് ചെന്നു. താനാണോ കൂനമ്മാക്കിലെ? ഞാൻ പറഞ്ഞു എൻ്റെ പേര് മാത്തച്ഛൻ എന്നുള്ളത്. താൻ 2 അടിയൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞില്ല, അടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന്. എൻ്റെ പേര് കേസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അലമ്പോളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞു. അപ്പം ഞാൻ ചേച്ചിയോട് പോയി സാറേ ഞാൻ ഇതിനെ വണ്ടി ഒരു തെറ്റും ചെയ്യാതെ ഞാൻ ഇതിനെ വണ്ടി കയറണം. അങ്ങനെയൊന്നും പറയണ്ട, ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞു. ഇല്ല സാർ അങ്ങനെ പറഞ്ഞു. ഞാൻ പിന്നെ വീണ്ടും എടുത്തു ചോദിച്ചു. കൊണ്ടുപോകും ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇവിടെ അലമ്പുണ്ടാക്കിയ സാറേ എന്നെ എന്തിനാ വിളിക്കുക? ഞാൻ വണ്ടിയൊക്കെ കയറാന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോലീസ് ജീപ്പിലേക്ക് കയറാൻ പുള്ളി ആ ഒറ്റ തപ്പാളിയിലും കൂടി വണ്ടിക്കകത്തേക്ക് എൻ്റെ മൊബൈൽ തെറിച്ചു പോയി. SI ആണോ ചെയ്തത്? SI. പോലീസുകാരൊന്നും ചെയ്തില്ല. അപ്പം അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ അന്നേരപ്പോഴും ചോദിച്ചു സാറേ ഞാൻ എന്നെ എന്തിനാണ് വിളിച്ചിട്ടോ ധരിക്കുന്നത്? അപ്പം പുള്ളി പറഞ്ഞത് നീ അവിടെ വിളിക്കുന്നത് ജാമ്യം എടുത്തിട്ട് പോയാൽ മതി. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഏതായാലും അവിടെ ഇരുന്നു. ഞാൻ ആരെയും വിളിച്ചൊന്നുമില്ല. ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് പറഞ്ഞു ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അത് ഞാൻ വയ്ക്കോട്ടെ ചെയ്തു. അതാ ജാമ്യം എടുത്തിട്ട് പോയാൽ മതി. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മർച്ചൻ്റെ അവർ വന്നു. ഈ പോലീസുകാർ സ്റ്റേഷനിൽ ചെന്ന് മർദ്ദിച്ചോ? മർദ്ദിച്ചൊന്നുമില്ല. ഇപ്പം ചെയ്തില്ല.